ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കിച്ചണിൽ വന്ന് ഫസ്റ്റ് തന്നെ ഞാൻ ചോറിനുള്ള അരി അവിടെ നല്ലപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ മത്തങ്ങ തേങ്ങ അരച്ച് വെച്ച കറിയാണ്. അപ്പോൾ ആ മത്തങ്ങ വേവിച്ചിട്ടുണ്ട്, അതവിടെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ രാത്രിയിൽ തന്നെ ഫ്രൈ ചെയ്യാനുള്ള മീൻ മസാല ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബീറ്റ്റൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വറവിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് സാൻഡ്വിച്ചാണ് കൊടുത്തിട്ട് വിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, നഗറ്റ്സ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച്. പിന്നെ ഇത് കുട്ടികളുടെ ഫ്രൂട്ട് ബ്രേക്കിനേക്കുള്ള ഗ്രേപ്സ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നതാണിത്. അങ്ങനെ അതവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കണം. ഞാനിതിലേക്ക് ജീരകം ഒന്നും ചേർക്കുന്നില്ല, വെറും തേങ്ങയും വെള്ളം മാത്രം അരച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കറിയിലേക്കൊന്ന് ചട്ടിയാച്ചി ഒഴിക്കാനുള്ളത്. അപ്പോൾ അതവിടെ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കായ്മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സെയിം പാനിൽ തന്നെയാണ് ഞാൻ വറവുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ വറവിൻ്റെ ബീറ്റ്റൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ ഈ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നഗറ്റ്സ് ഫ്രൈ ചെയ്യാനുള്ള ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ നഗറ്റ്സ് ഒന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എന്നും കുട്ടികൾക്ക് ഇതുപോലുള്ള സാൻഡ്വിച്ചും പിസ്സ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പിസ്സ കാണിച്ചാൽ അങ്ങനെയൊന്നും അല്ല കൊടുക്കാറ്. ഇത് വീക്ക്ലി വൺസ് ആയിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ കൊടുക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ ദോശ, പുട്ട് അങ്ങനെയുള്ള ഐറ്റംസാണ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചോറ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ചിൻ്റെ പണി നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സമൂൻ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ചീസ് ഒന്ന് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് വേണമെങ്കിൽ പകരം നിങ്ങൾക്ക് മയോണൈസ് ചേർക്കാം, പക്ഷേ ഞാൻ ഈ ക്രീം ചീസ് ഉള്ളതുകൊണ്ട് അത് ചേർക്കാമെന്ന് കരുതി. അങ്ങനെ എല്ലാ ബ്രെഡിലും അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ സവാളയും കുക്കുംബറും തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. തക്കാളി ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ കുട്ടികൾക്കായാലും ഹസ്ബൻഡിനായാലും അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒറ്റ സ്ലൈസായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ നഗറ്റ്സ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം.
ഞാനിതിൽ ചീസൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതും ഇത്ര മാത്രം. ഇനി ഇതിന് മുകളിൽ ഒരു സ്പൈസിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊന്ന് റെഡ് ചില്ലി സോസും ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ എല്ലാ സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് പേപ്പറിൽ വെച്ചിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കാം. എല്ലാ സാൻഡ്വിച്ചും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ വറവ് ആയിട്ടുണ്ട്, അപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി മീൻ ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മാന്തൽ മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ നിന്ന് ആവട്ടെ. ഇനി കുട്ടികളുടെ ലഞ്ച് പാക്ക് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആക്കി വെച്ച സാൻഡ്വിച്ച് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് നമ്മൾ നേരത്തെ ഗ്രേപ്സ് വെള്ളത്തിലിട്ട് അത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്ത് പിന്നെ അതിൽ ചെറിയൊരു ഫോർക്കും വെച്ച് കൊടുത്തിട്ട് കുട്ടികളുടെ ലഞ്ച് അവിടെ പാക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അവരുടെ വാട്ടർ ബോട്ടിലേക്കുള്ള ചൂടുവെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് അതും അവിടെ പാക്ക് ആക്കിയിട്ടുണ്ട്. ഈ സമയം കുട്ടികൾ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ ലഞ്ച് പാക്കിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും എൻ്റെ മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനൊരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ, അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി ഹസ്ബൻഡിൻ്റെ ലഞ്ച് പാക്ക് ചെയ്യാം. അപ്പം ഞാൻ അത് കഴുകി എടുത്തിട്ടുണ്ട് ലഞ്ച് ബോക്സ്. ഇനി അതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ച ചോറ് ഇട്ട് കൊടുക്കാം, പിന്നെ നമ്മുടെ വറവും പിന്നെ മീൻ വറുത്തതും ഇട്ട് കൊടുക്കാം. ഇനി ആ ചെറിയ ലഞ്ച് ബോക്സിൽ നമ്മുടെ കറി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് നാരങ്ങയും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ലഞ്ചും അവിടെ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബൂസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ഗ്ലാസ്സിലേക്ക് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ പാലും തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കുടിച്ച് കുട്ടികളുടെ ബസ് വന്ന് അവർ സ്കൂളിൽ പോയി. ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഓഫീസിൽ പോയി. ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഇതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.